മലപ്പുറത്ത് ഒരു BLO ബൂത്ത് ലെവൽ ഓഫീസർ ജനങ്ങളെ ഉടുമുണ്ട് പൊക്കി കാണിക്കുന്നു. അതായത് തുണി പൊക്കി കാണിച്ചു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾ ചോദിക്കുകയാണ്, ഈ SIRൻ്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ കയ്യിൽ വീട്ടിലേക്ക് ഫോം കൊണ്ട് കൊടുക്കേണ്ട ഉത്തരവാദിത്തം BLOയ്ക്കല്ലേ? ആ ഉത്തരവാദിത്തം നിങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? ഇത് ചോദ്യം ചെയ്തതിൽ കുപിതനായിട്ടാണ് ഒരു BLO ജനങ്ങളുടെ നേരെ മുണ്ട് പൊക്കി കാണിക്കുന്ന ഫോട്ടോയും വീഡിയോയൊക്കെ വാർത്തയിൽ നിറയുന്നത്. പക്ഷേ ഇതെല്ലാവരും ഒന്നും കൊടുത്തിട്ടില്ല, കുറച്ച് പേരൊക്കെ കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളവരൊക്കെ കൊടുത്തിട്ടില്ല. മലപ്പുറത്താണ് സംഭവം. തവനൂർ മണ്ഡലം 38 നമ്പർ ആനപ്പെട്ടി വെസ്റ്റ് LP സ്കൂൾ ബൂത്തിലെ BLO ആണ് ഈ വലിയ ഉദാത്ത കൃത്യം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ BLOയുടെ പ്രവൃത്തി ആൾക്കാരെല്ലാം ഇപ്പോൾ ചോദ്യം ചെയ്തിട്ടുണ്ട്, അവരെ അടിക്കാനൊക്കെ പിടിച്ചു. പക്ഷേ ഇത്തരത്തിൽ ജനങ്ങളെല്ലാം ഉള്ള ഒരു സ്ഥലം, ഒരു കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വം വഹിക്കേണ്ട ഉദ്യോഗസ്ഥൻ, ഇതൊക്കെ ആയതുകൊണ്ട് നാട്ടുകാർ കൈവച്ചില്ല, പകരം വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അങ്ങനെ ഇപ്പോൾ ആളിപ്പോൾ വലിയ പ്രശസ്തനായിക്കൊണ്ടിരിക്കുകയാണ്. പ്രായമായ ആൾക്കാരടക്കം പൊരി വെയിലത്ത് നിന്നിട്ടാണ് ഈ ഫോം ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ക്യൂ ആയിട്ട് നിൽക്കുകയാണ് അവിടെ. അങ്ങനെ നിന്നപ്പോൾ ഇത് നിങ്ങൾ വീട്ടിൽ കൊടുക്കാത്തതിൻ്റെ ഓരോരുത്തരുടെയും വീടുകളിലെത്തി ബൂത്ത് ലെവൽ ഓഫീസർ കൊണ്ടുവന്ന് ഈ ഫോം കൊടുത്ത് അവർ ഈ സ്കൂട്ടറിനെ എല്ലാം കൃത്യമായിട്ട് നടപ്പിലാക്കി അവരുടെ ബന്ധപ്പെട്ട രേഖകൾ എന്ന് പറയുമ്പോഴത്തേക്കും ആധാർ, മറ്റ് തിരിച്ചറിയൽ കാർഡുകൾ, ബർത്ത് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകളൊക്കെ തന്നെ ഈ പറയുന്ന ബൂത്ത് ലെവൽ ഓഫീസർക്ക് കൈമാറിയിട്ടാണ് വോട്ടർ പട്ടിക പുനഃപരിഷ്കരിച്ച് അതിൽ തെറ്റുകുറ്റങ്ങൾ ഇല്ല എന്ന് കണ്ടെത്തി മരിച്ചുപോയവരെ, അവിടെ താമസമില്ലാത്ത മറ്റൊരിടത്ത് വോട്ടുള്ളവരെ ഒക്കെ ഒഴിവാക്കി, പൗരത്വമില്ലാത്തവരെ ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ റൈറ്റ്സ് ഉള്ളവരെ മാത്രം, വോട്ട് ചെയ്യാൻ അധികാരമുള്ളവരെ മാത്രം ഉൾപ്പെടുത്തുന്ന പ്രക്രിയ SIR നടപ്പിലാക്കുന്നത്. ഇത് നടപ്പിലാക്കുമ്പോൾ വലിയ അസ്വസ്ഥതയാണ് ഒരു വിഭാഗം ആൾക്കാർക്ക്. അത് അസ്വസ്ഥതയ്ക്ക് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന റോഹിംഗ്യൻസ്, ബംഗ്ലാദേശികൾ, കുടിയേറിയ ആൾക്കാരുണ്ടല്ലോ, അവരുടെയൊക്കെ ഒരു സേഫ് ഹൗസാണ് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബംഗ്ലാദേശിൽ നിന്ന് എങ്ങനെയെങ്കിലും അതിർത്തി നൂണ്ട് ചാടി ഇന്ത്യയിലേക്ക് എത്തും, ഇന്ത്യയിൽ നിന്ന് ഒരു ട്രെയിൻ പിടിക്കും, നേരെ നോക്കും കേരളം കൊള്ളാം, ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്, ഒരു പ്രശ്നവുമില്ല, അവിടെ ചെന്നിട്ട് എത്ര ബോംബ് വേണമെങ്കിലും ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും സംഘടിപ്പിക്കാം, എത്ര തീവ്രവാദ ക്യാമ്പ് വേണമെങ്കിലും നടത്താം, ഒരു പ്രശ്നവുമില്ല, പോലീസും വരില്ല, ആരും വരില്ല, ഒരുത്തനും ചോദിക്കില്ല. ഇനി അവിടെ വെച്ച് പൊട്ടിക്കരുത് എന്നൊരു പരിപാടിയുണ്ട്, കാരണം പൊട്ടിച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ കുടുങ്ങും. ഇവിടെ NIA സ്ഥിരമായിട്ട് ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവന്മാർക്ക് പണിയാവും എന്നുള്ളതുകൊണ്ട് ഇവിടെ അധികം പൊട്ടിക്കലൊന്നും ഉടനെ നടക്കില്ല. എന്തായാലും അധികം താമസിയാതെ നടക്കും, അവർക്ക് തോന്നും, കാരണം ഇവിടെയും കാഫറുകളാണല്ലോ ഉള്ളത്. നമ്മളീ പറയുന്ന ഡൽഹിയിലും ബോംബെയിലും ഒക്കെ ആക്രമിച്ചിട്ട് കാര്യമില്ലല്ലോ, അവിടെ മാത്രമായിട്ട് എന്താ കാര്യം, ഇവിടെയും ഉള്ളത് കാഫറല്ലേ, ഇവിടുത്തെ കാഫറിനെ തീർക്കണ്ടേ, എങ്കിലല്ലേ ഹൂറികളെ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെയും ഒരു സമയമാകുമ്പോഴത്തേക്കും അവർക്ക് ഉച്ച വെയിൽ നല്ല പോലെ അടിച്ച് മൂക്കുമ്പോഴത്തേക്കും തലയ്ക്കകത്ത് ഭ്രാന്ത് കൂടുമ്പോൾ ഹൂറിയുടെ സ്വപ്നം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അപ്പം കൊണ്ടുപോയി പൊട്ടിക്കും. അത് കേരളത്തിലും ആയിരിക്കാം ഒരു ദിവസം പൊട്ടിക്കുന്നത്. അത് അധികം വിദൂരമല്ല. അന്ന് ഈ പറയുന്ന ഇടതുപക്ഷവാദികളും ഈ വല്ലാതെ സ്നേഹം ഒലിക്കുന്ന ഈ പറയുന്ന തീവ്രവാദികളെയും ജിഹാദികളെയും കാണുമ്പോൾ വല്ലാതെ സ്നേഹം ഒലിക്കുന്ന ഇടതുപക്ഷക്കാരും കോൺഗ്രസ്സുകാരും ഒക്കെ ആ സമയത്ത് പൊട്ടിത്തെറിക്കുമ്പോൾ ആ പരിസരത്തുണ്ടായാൽ മതിയായിരുന്നു എന്നേ പറയാനുള്ളൂ. എന്തായാലും ഈ BLO SIRൻ്റെ പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനയാളുടെ പേര് വാർത്തകളിൽ ഞാൻ കുറേ തിരഞ്ഞു, വാർത്തകളിലൊന്നും പേര് വന്നിട്ടില്ല. ചെറുപ്പക്കാരനാണ്, കണ്ടിടത്തോളം ചെറുപ്പക്കാരനാണ്, വലിയ പ്രായമുള്ള ആളല്ല. അയാളാണ് ഈ പറയുന്ന സത്കൃത്യം ചെയ്തിരിക്കുന്നത്. നാട്ടുകാരെ തുണിയൊക്കെ കാണി. എന്താണ് BLO എന്നുള്ളത് കൂടി ഒരു ബൂത്ത് ലെവൽ ഓഫീസറാണ്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും നീക്കം ചെയ്യാനും തിരുത്തൽ വരുത്താനും ഒക്കെ ഉത്തരവാദിത്തപ്പെട്ട, അതിനെ സഹായിക്കുന്ന ഒരു ബൂത്ത് തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഈ പറയുന്ന BLO എന്ന് പറയുന്നത്. അത് മാത്രവുമല്ല, BLO ആവുന്ന ആൾ ആ ബൂത്തിലെ വോട്ടറായിരിക്കണം, ആ പ്രദേശവാസിയായിരിക്കണം. അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അംഗത്വമുള്ള ആളാവാൻ പാടില്ല. പിന്നെ അവശ്യ സർവീസ്, പോലീസ്, ഫയർഫോഴ്സ്, ഈ പറയുന്ന ആരോഗ്യവകുപ്പ് അതുപോലുള്ള സംവിധാനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളാവരുത് എന്നും കൂടിയുണ്ട്. കാരണം അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ആ ജോലിയിലേക്ക് പോകേണ്ടി വരും, പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ പോവേണ്ടി വരുന്ന ജോലിയാണ് ഇതൊക്കെ. അപ്പോൾ അവശ്യ സർവീസുകളിലാവരുത് എന്നൊരു നിബന്ധനയുണ്ട്. അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് ഗ്രൂപ്പ് C ജീവനക്കാരെയും BLOമാരായിട്ട് കരാർ അടിസ്ഥാനത്തിലൊക്കെ ഉൾപ്പെടെയും നിയമിക്കാറുണ്ട്. അധ്യാപകർ വരാറുണ്ട്, അങ്കണവാടി ജീവനക്കാർ വരാറുണ്ട്, വില്ലേജ് ഓഫീസുകളിലെ ജീവനക്കാരും ക്ലാർക്കുമാരും അടക്കമുള്ളവർ BLO ആയിട്ട് ചുമതലയേൽക്കാറുണ്ട്. അപ്പോൾ വോട്ടർ പട്ടികയിലേക്കുള്ള പരാതികൾ നമ്മൾ കൊടുക്കുന്നത് BLOയ്ക്കാണ്, അത് തിരുത്താനുള്ള അപേക്ഷ കൊടുക്കുന്നത് BLOയ്ക്കാണ്, ഫോട്ടോയും രേഖകളും മൊബൈൽ നമ്പരും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും BLOയാണ് ഏൽപ്പിക്കുന്നത്. ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനുള്ള ചുമതലയാണ് BLOയ്ക്ക് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഗൃഹസന്ദർശനം നടത്തുക,
മരിച്ച വോട്ടർമാരെ കണ്ടെത്തി പട്ടികയിൽ നിന്ന് പുറത്താക്കുക, ഇരട്ട വോട്ടിംഗ് ചെയ്യാനുള്ള സാധ്യതകളെ ഇല്ലാതാക്കുക, തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുക, EROമാർക്ക് റിപ്പോർട്ട് നൽകുക, കരട് പട്ടികയുടെ നിശ്ചിത സ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. കരട് പട്ടിക എന്ന് പറഞ്ഞാൽ മിക്കവാറും പ്രദർശിപ്പിക്കേണ്ട സ്ഥലങ്ങൾ ഗ്രാമസഭ, അതുപോലെ തന്നെ ഇല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രാമസഭാ ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, കൗൺസിൽ ഓഫീസ്, ഈ പറയുന്ന വാർഡിൻ്റെ, ഈ പറയുന്ന കോർപ്പറേഷൻ്റെയൊക്കെ കൗൺസിലർ അതുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് പ്രദർശിപ്പിക്കണം. അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യുക എന്നുള്ളതും, പിന്നെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുക, വോട്ട് ചെയ്യാനായിട്ട് ഇലക്ഷൻ, അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർ സ്ലിപ്പ് വീടുകളിൽ എത്തിക്കുക, അതൊക്കെ BLOയുടെ ജോലിയാണ്. അപ്പോൾ ഈ BLOമാരുടെ ഇത്തരം ജോലികൾ ഇപ്പോൾ ഇത്തിരി വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും എന്ത് വർദ്ധിക്കാനാണ്? കൃത്യമായിട്ട് ആൾക്കാർ ഇതിലുള്ളവരുണ്ടോ? ഈ സ്ലിപ്പ് കൊടുക്കാൻ പോകുന്നതല്ലേ നമ്മുടെ നാട്ടിലുള്ളേ. അപ്പോൾ ആ നാട്ടിലുള്ളവരാണെങ്കിൽ ആ നാട്ടിലുള്ള ആൾക്കാരെ അറിയാമല്ലോ. അപ്പോൾ അവരുടെ വീടുകളിൽ പോയിട്ട് അവരൊക്കെ ഉണ്ടോ, അവിടെ ഉണ്ടോ, മരിച്ചുപോയ ആരെങ്കിലും ഉണ്ടോ? മരിച്ചുപോയവരാണെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ നാട്ടിലാണെങ്കിൽ എൻ്റെ ബൂത്തിൻ്റെ പരിസരത്തുള്ളവരെയൊക്കെ മിക്കവാറും അറിയായിരിക്കും. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഒന്നുകിൽ അവിടെ കരിങ്കൊടി വെച്ചേക്കും, ഇല്ലെങ്കിൽ ആദരാഞ്ജലി അർപ്പിച്ച് ഒരു സ്റ്റിക്കർ ഒട്ടിക്കും അവിടെ നാട്ടിൽ. അപ്പോൾ നമുക്കറിയാം. ഇല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞെങ്കിലും നമ്മുടെ നാട്ടിൽ ഒരാൾ മരണപ്പെട്ടാൽ നമ്മൾ അറിയും. അങ്ങനെ ആകുമ്പോൾ BLO ആയിട്ടുള്ള ആൾക്ക് അറിയാം ഇന്നയാൾ മരിച്ചു, അപ്പോൾ അയാളെ അടുത്ത തവണ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണം. ആ കാര്യത്തെ പറ്റിയിട്ട് കൃത്യമായിട്ട് ബോധ്യം ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ ചുമതലപ്പെട്ട ഒരാളാണ് ഈ പറയുന്ന നാട്ടുകാരെ തുണിപൊക്കി കാണിച്ചത് എന്നുള്ളത്. തൻ്റെ ഉത്തരവാദിത്വത്തിൽ അരിശം പൂട്ടി നിൽക്കുകയാണ്. ജോലി എടുക്കാൻ വയ്യ എന്നുള്ളതാണ് ഈ പല BLOമാരും നേരിടുന്ന പ്രധാന പ്രശ്നം. 2-3 ദിവസം കൊണ്ട് ഈ ജോലിയൊക്കെ പൂർത്തിയാക്കിയ ആൾക്കാരും ഉണ്ട് എന്നുള്ളത് മറക്കരുത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഡോക്ടർ ആശ ഉല്ലാസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. നല്ലൊരു പോസ്റ്റാണ്. കൃത്യമായിട്ട് ഇത് മലപ്പുറത്താണ് ഈ സംഭവം എന്ന് പറഞ്ഞിട്ട് അതിനെ പറ്റിയിട്ടെല്ലാം പറയുന്നുണ്ട്. പണിയെടുക്കാതെ ഇരുന്ന് തിന്നവനൊക്കെ ഇപ്പോൾ പണിയെടുക്കേണ്ടി വന്നപ്പോൾ തരിപ്പ് പൊതുജനങ്ങളോട് കാണിച്ചേക്കുന്നു എന്നുള്ളതാണ് ഡോക്ടർ ആശ ഉല്ലാസ് പറഞ്ഞിരിക്കുന്ന വിമർശനം. ഒരുപാട് സ്ത്രീകളടക്കം അവിടെ കൂടി നിൽക്കുന്നുണ്ട്. അവരുടെ മുന്നിലാണ് ഇവൻ്റെയൊക്കെ ഈ തോന്നിവാസം. ഇതൊന്നും ചോദിക്കാനും പറയാനും ആ നാട്ടിൽ ആരുമില്ലേ എന്നും ഡോക്ടർ ആശ ഉല്ലാസ് ചോദിക്കുന്നുണ്ട്. പൊരിവെയിലത്ത് പാറമടയിൽ കഠിന പ്രയത്നം ചെയ്യുന്ന തൊഴിലാളികൾ, റോഡ് ടാർ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾ, കിൻഡൽ ചാക്കിൻ്റെ ഭാരം ചുമക്കുന്ന തൊഴിലാളികൾ, അങ്ങനെ എത്രയെത്ര പാവപ്പെട്ട സാധാരണക്കാരായ കഠിന പ്രയത്നം ചെയ്യുന്ന ജനങ്ങൾ ഈ നാട്ടിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സർക്കാർ ഉദ്യോഗം വഹിക്കുന്ന ആൾക്കാർക്ക് ചുരുങ്ങിയ കാലയളവിൽ കൃത്യമായി ഒരു ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു എന്ന് പറയുന്നത് വളരെ കഷ്ടം തന്നെയാണ് എന്ന് പറയുന്നു. 2002 സെൻസസ് എടുത്ത് വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കിയ സമയത്ത് ഒരുത്തനും ചത്തില്ലായിരുന്നു. ഈ പറയുന്ന കുഴഞ്ഞു വീണ് മരിക്കുക, ഈ പറയുന്ന SIRൽ പേര് ജോലി കൂടിയത് കൊണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പലവിധമായ കഥകളും ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്നത് നേരത്തെ നോട്ട് നിരോധനത്തിൻ്റെ സമയത്തായിരുന്നു ഇത്തരം കഥകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ വ്യാജ ഐഡൻറ്റിറ്റി കാർഡുമായിട്ട് വന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറി പറ്റിയ കൂട്ടങ്ങളെയൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യുക. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം മതി വോട്ടവകാശം. അതാണ് ശരിയായിട്ടുള്ള കാര്യം. എന്തായാലും 24 മണിക്കൂറും ജീവൻ പണയം വെച്ച് നമ്മുടെ നാട് കാക്കുന്ന പട്ടാളക്കാരുടെ അത്ര ബുദ്ധിമുട്ട് BLOമാർക്കുണ്ടോ എന്നും ഡോക്ടർ ചോദിക്കുന്നുണ്ട്. ഇതിൽ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡോക്ടർ ആശ ഉല്ലാസ് ചോദിക്കുന്ന ഈ പോസ്റ്റിനകത്ത് ഒരാൾ വന്ന് കമൻ്റ് ഇട്ടിരുന്നു. അയാളുടെ പേര് എന്ന് പറയുന്നത് ഉണ്ണി എന്നാണ്. അപ്പോൾ ഉണ്ണി വന്ന് കമൻ്റ് ഇട്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് അപ്പോൾ കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇല്ലാത്ത അശ്ലീലം പറയാൻ ഒരു വനിതാ ഡോക്ടർ എന്തിനു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് കമൻ്റ് ഇട്ടയക്കുന്നത്. അപ്പോൾ എന്നിട്ട് ആശ ഉല്ലാസ് തന്നെയാണ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. നോക്കുമ്പോൾ തൊപ്പിയൊക്കെ വെച്ച് താജ്മഹലിൻ്റെ മുൻപിൽ ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇയാളാണ് ഉണ്ണി എന്ന പേരിൽ ഇതിനകത്ത് വന്ന് തെറിപ്രയോഗം നടത്തിയത് എന്നാണ് ഡോക്ടർ. വ്യക്തമല്ല, ഈ പറയുന്ന എഴുതിയിരിക്കുന്ന കമൻറ്റ് പോലും അത്ര വ്യക്തമല്ല. വല്ലാത്ത കമൻ്റാണ്, അസഹിഷ്ണുതയുടെ ഒരു കമൻ്റാണ്. ഈ മൗദൂദി രാഷ്ട്രീയമൊക്കെ തലയ്ക്ക് പിടിച്ച ആരോ ആണ് പ്രൊഫൈൽ ലോക്ക് ചെയ്ത് തൊപ്പി വെച്ച് വെള്ളത്താടി വെച്ച ഒരു ഫോട്ടോ വെച്ച ഒരാളാണ്. അയാളുടെ പേര് ഉണ്ണി എന്നും കൂടി ഇട്ടിരിക്കുന്നു. അത്തരം കോമഡികളും കൂടി ഈ പോസ്റ്റിനെ തുടർന്ന് വന്നിരിക്കുന്നു. എന്തായാലും SIRനെ പിന്തുണയ്ക്കുക, SIRനോടൊപ്പം സഹകരിക്കുക. SIR നടത്തേണ്ടത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം നടത്തുന്ന ചില അക്കൗണ്ടുകൾ കാണും, ഈ ഉണ്ണിയൊക്കെ പോലുള്ളവർ. പിന്നെ അതുപോലെ തന്നെ കൃത്യമായിട്ട്
ഇത്തരം SIRനെ എങ്ങനെയെങ്കിലും തകർക്കുക എന്ന രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മർദ്ദത്തോടു കൂടി SIRനെ തകർക്കാൻ ശ്രമിക്കുന്ന വിഭാഗങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മളുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഓരോ ഭാരതീയനും ചെയ്യേണ്ട കാര്യം. ഇത്തരം പ്രവണതകളെ, തെറ്റായ പ്രവണതകളെ, BLOമാരുടെ അടക്കമുള്ള നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങളെ നമ്മൾ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. നല്ല BLOമാരുണ്ട്, അവർ കൃത്യമായി പണിയെടുക്കുന്നുണ്ട്, അവർക്കൊപ്പം സഹകരിക്കേണ്ടതുണ്ട്.